ഇവിടെ നമ്പർ 1 കേരളമാണ്, നമ്പർ 1 ചികിത്സയാണെങ്കിൽ പിന്നെ ഈ നാരി വല്ലയിടത്തോളം പോകേണ്ട കാര്യമുണ്ടോ? അവന്റെ രോഗം എന്താ നാരി പറയണ്ട. എന്റെ അമ്മയെ നാട്ടിച്ച് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. പിന്നെ എന്തിനാ ഇവന് കെട്ടിയെഴുന്നള്ളി പോണേ? ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് വരെ കിട്ടുന്നുണ്ടോ? പിന്നെ ഇവൻ വല്ലയിടത്തോളം പോകേണ്ട. അതല്ല ഉദ്ദേശം. ആദ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അല്ല നോക്കണ്ടേ, നമ്മളെ ജയിപ്പിച്ചു വിടുന്നത്. അത് കഴിഞ്ഞല്ലേ ഈ ജയിപ്പിച്ചു വിട്ട ആള് തന്നെ ചികിത്സ ചെയ്യാൻ വേണ്ടി വേറെ രാജ്യത്ത് പോകുന്നു. ഇവിടെ ഉള്ള ആൾക്കാർ അവിടെ പോയി ക്യൂ നിൽക്കുന്നു. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നോക്കുന്നുണ്ടോ? അതും ഇല്ല. കാണുന്നല്ലേ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണുന്ന കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും നമ്പർ 1 അല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അതിന് മുഖ്യമന്ത്രി തന്നെ പുറത്തുപോയി ചികിത്സ, പിന്നെ അതിൽ ഒന്നും പറയാനില്ലല്ലോ. കാരണം സ്വന്തം കാലിൽ വിശ്വാസമല്ല, അതുകൊണ്ട് പുറത്തുപോയി. എന്താ ഉറക്കം വരുന്നു. ഇവിടെ നല്ല ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അമേരിക്കയിൽ പോകേണ്ട ആവശ്യമില്ല. അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അപ്പൊ നമ്മളെ പോലെ തന്നെ അവർ യൂസ് ചെയ്യും. അദ്ദേഹത്തിന്റെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയാവണം അദ്ദേഹം പോയത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഗവൺമെന്റ് ആശുപത്രികളുടെ നിലവാരം ഇനിയും ഉയരാനുണ്ട്. നമ്മളിപ്പോ എന്താണെങ്കിലും രാഷ്ട്രീയക്കാരെ അവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്, അവരുടെ തലമുറകൾക്ക് വേണ്ടി. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കുക. രാഷ്ട്രീയക്കാർ പറയണതിലൊന്നും വലിയ കാര്യമില്ല. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ.